അന്ന് കൊല്ലത്ത് വെച്ച് മഹാനായ സയ്യിദുൽ ഉലമ പറഞ്ഞു, നമുക്ക് എല്ലാ അംഗങ്ങളെയും ഒന്ന് കാണണം. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടി. ഉസ്താദ് വളരെ ഗൗരവത്തിൽ ആ സംഘങ്ങളിലുള്ള ആളുകളോട് പ്രസംഗിച്ചു. എല്ലാം കഴിഞ്ഞ് രാത്രി ഭക്ഷണവും സ്വീകരണവും ഒക്കെ കഴിഞ്ഞ് യാത്ര പുറപ്പെട്ട് നമ്മൾ ഇവിടെ എത്തി. നിങ്ങൾ ആരെങ്കിലും ഈ യാത്രയിൽ ഒരു ടൂർ എന്ന രീതിയിൽ, ഇതൊരു ആസ്വാദനം എന്ന രീതിയിലാണ് നിങ്ങൾ ഈ യാത്രക്കൊപ്പം വരുന്നത് എങ്കിൽ നിങ്ങളുടെ യാത്ര നിങ്ങൾ ഇവിടെ അവസാനിപ്പിക്കണം. നിങ്ങൾക്ക് തിരിച്ചു പോകാം. പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉറങ്ങാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ ഈ യാത്രയിൽ നേരിടേണ്ടി വരും. ഇതൊരു ഇബാദത്തായി കാണുന്നവർക്ക് ഇതിന്റെ കൂടെ കൂടാം. ഉസ്താദ് പറഞ്ഞു. ഞങ്ങളൊക്കെ ചില ആളുകൾ ഇങ്ങനെ പറഞ്ഞു, ഉസ്താദ് ഇങ്ങനെ വസ്ത്രം ധരിക്കണം, ഉസ്താദ് ഇങ്ങനെ സംസാരിക്കണം. ഉസ്താദ് പറഞ്ഞു, ഞാൻ ഈ യാത്ര നടത്തുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം വാർഷികത്തിന് ആളുകളെ ക്ഷണിക്കാനാണ്. അതിലൊരു തർക്കം ആർക്കും വേണ്ട, ഒരു താരതമ്യവും ഒന്നുമായിട്ടും ആവശ്യമില്ല. സയ്യിദുൽ ഉലമ യാത്ര നടത്തിയിരുന്നത് സമസ്തയുടെ 100ാം വാർഷികത്തിന്റെ വിളംബരമായിട്ടാണ്, അതിന്റെ സന്ദേശവുമായിട്ടാണ്. അത് നമ്മളുടെ മുൻഗാമികളൊക്കെ നയിച്ചതാണ്. മഹാനായ മർഹൂം കൂട്ടുമല ബാപ്പ മുസ്ലിയാർ, അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബർ വിശാലമാക്കട്ടെ, സമസ്തയുടെ വാർഷികത്തോടനുബന്ധിച്ച് നയിച്ചിട്ടുണ്ടായിരുന്നു. ഓരോ സമ്മേളനങ്ങൾക്കും അങ്ങനെ ഉണ്ടാവാറുണ്ട്. സയ്യിദുൽ ഉലമയുടെ ലക്ഷ്യതാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അതിന് നമ്മളുടെ വസ്ത്രമോ നമ്മളുടെ ഏതെങ്കിലും രൂപമോ നമ്മളുടെ സംസാര ശൈലിയോ ഒന്നും ഇതിൽ നമ്മൾ പരിഗണിക്കേണ്ടതില്ല. വളരെ കർശനമായിട്ട് ഉസ്താദ് അത് പറയുമ്പോ ഞാൻ ഓർത്തത്, ഉസ്താദ് കുറച്ച് കാലങ്ങളായിട്ട് എല്ലാ പ്രസംഗത്തിലും ആവർത്തിച്ച് പറയുന്ന കാര്യമാണ്. ഈ സംഘടന ഒരു ഇലാഹിയായ പ്രസ്ഥാനമാണ്. ഇതിലാരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ദുന്യാവിൽ നിന്നൊന്നും ആഗ്രഹിക്കണ്ട, ആഖിറത്തിൽ നിന്ന് ആഗ്രഹിച്ചാൽ മതി എന്ന് ആവർത്തിച്ചു പറയും. ഉസ്താദ് അവറുകൾ നേതൃത്വത്തിലെത്തിയ ശേഷം നമ്മളൊക്കെ കൗതുകത്തോടെ കാണുന്ന ഒരു കാര്യമാണ്, ഈ സമ്മേളനത്തിന്റെ ഏറ്റവും വലിയ പ്രചാരകൻ സയ്യിദുൽ ഉലമ തന്നെയായിരുന്നു. ഏത് സമ്മേളനത്തിൽ പ്രസംഗിക്കുമ്പോഴും, ഏത് കൊച്ചു സംസാരം നടത്തുമ്പോഴും, ഏത് പരിപാടിയിൽ സംബന്ധിക്കുമ്പോഴും, കേരളത്തിനകത്തും പുറത്തും പള്ളി, മദ്രസ, മജ്ലിസുന്നൂറുകൾ, ദുആ സദസ്സുകൾ എവിടെ ചെല്ലുമ്പോഴും 2026 ഫെബ്രുവരി 4 മുതൽ 8 കൂടിയ ദിവസങ്ങളിൽ നടക്കുന്ന സമസ്തയുടെ 100ാം വാർഷികത്തിലേക്ക് നിങ്ങൾ എല്ലാവരെയും ക്ഷണിക്കുകയാണെന്ന് പറഞ്ഞ് സയ്യിദുൽ ഉലമ ആ സംസാരത്തിൽ അത് പറയും. അങ്ങനെയാണ് ആ യാത്രയിൽ മഹാനായ സയ്യിദുൽ ഉലമ തന്റെ